പല സമുദായത്തെയും അല്ലാഹു നശിപ്പിച്ചത് ഇങ്ങനെയുള്ള ജീവികളെ കൊണ്ടാണ്, ചെറിയ പ്രാണികളെ കൊണ്ടാണ്. പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. ഫർസൽനാ അലൈഹിമുത് തൂഫാൻ. അഹങ്കാരിയായ ഫിർഔന്റെ കൂട്ടരെ, ഫിർഔനെയും കൂട്ടരെയും കോപ്റ്റിക് വർഗത്തെ നശിപ്പിക്കാൻ അല്ലാഹു വെള്ളപ്പൊക്കം അയച്ചു. വൽ ജറാദ്, ജറാദിനെയും അയച്ചു. എന്താണ് ഈ ജറാദ്? ജറാദ് എന്നാൽ വെട്ടുകളെ, വൽ കുമ്മല പേനുകളെയും, തവളകളെയും, വദ്ദമാ രക്തത്തെയും. അങ്ങനെ ആയാത്തിൻ മുഫസ്സലാത്ത്, വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ അല്ലാഹു അവർക്ക് നൽകിയിട്ടുണ്ട്. എന്നിട്ടും ഫസ്തക്ബറൂ വകാനൂ ഖൗമൻ മുജ്രിമീൻ, അവരഹങ്കരിച്ച് അതിക്രമികളായി, കുറ്റവാളികളായി തന്നെ മുന്നോട്ട് പോയി. അല്ലാഹു പരീക്ഷണങ്ങളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു പരീക്ഷണങ്ങളെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ഇവിടെ നമ്മുടെ ഇന്ത്യ രാജ്യത്തന്നെ പല സംസ്ഥാനങ്ങളിലും കോടികളുടെ നാശനഷ്ടങ്ങൾ ഈ ജറാദ് എന്ന വെട്ടുകിളി ഉണ്ടാക്കിയില്ലേ? അതുപോലെ പലപ്പോഴും പല വീടുകളിലും ഉറുമ്പുകളെ കൊണ്ട് വല്ലാത്ത ശല്യമുണ്ടാകും. ഉറുമ്പുകളെ കൊണ്ട് ഭയങ്കര ശല്യം. ചില വീട്ടിൽ ചെതലുകളെ കൊണ്ട് ഭയങ്കര ശല്യം ഉണ്ടാവും. ചില വീട്ടിൽ കൂറകളെ കൊണ്ട് വലിയ ശല്യം ഉണ്ടാവും. അങ്ങനെ പല പേനുകളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ടാകും. പലതരത്തിലുള്ള പ്രാണികളെ കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരുണ്ടാവും. ഈ ആയത്ത് അതിനൊക്കെ പരിഹാരാണ്. അതാണ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. അല്ലാഹു സൃഷ്ടിച്ച ഏതെല്ലാം ജീവജാലങ്ങളുണ്ടോ അതിന്റെ ഷർറുകളിൽ നിന്ന് ഇലാഹായ റബ്ബിനോട് ഞാൻ കാവൽ തേടുകയാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇനി അങ്ങനെ നമുക്ക് ഉപദ്രവമുള്ള ജീവികളുണ്ടല്ലോ, ആ ജീവികളെ ആ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ കൊന്നുകളയുന്നത് കൊണ്ട് തെറ്റില്ല. നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ജീവികളെ കൊന്നുകളയാം. ചില ജീവികളെ കൊന്നുകളയുന്നത് തെറ്റല്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം മുഅ്മിനെ ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഖംസും മിനദ്ദവാബി ലാ ഹറജ അലാ ഖത്ലിഹിന്ന. ശ്രദ്ധിക്കണം, ഈ ഹദീസ് ശ്രദ്ധിക്കണം. ഒരു മജ്ലിസിലിരുന്ന് കേൾക്കുന്നത് പോലെ പരമാവധി മറ്റുള്ള ചിന്തകളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും ഒഴിവായി പ്രിയപ്പെട്ട മുഅ്മിനെ ഇഖ്ലാസോടെ ആത്മാർത്ഥതയോട് കൂടെ തന്നെ ഇത് കേൾക്കണം. അപ്പോഴാണ് ഇത് കൂടുതൽ ഫലവത്താവുക. ഒരുപാട് സഹോദരി സഹോദരന്മാർ ചെയ്യാകുമ്പോഴത്തേക്ക് ക്ലാസ്സുള്ള ദിവസം മറ്റുള്ള ഏർപ്പാടുകളൊക്കെ പെട്ടെന്ന് തീർത്ത് ഇതിനായി ഒരുങ്ങിയിരിക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാരുണ്ട്. അള്ളാഹു കബൂലാക്കട്ടെ. അതിനൊക്കെ അള്ളാഹു വലിയ പ്രതിഫലം നൽകട്ടെ. ഈ തിരക്കിനിടയിലും അള്ളാഹുവിന്റെ കലാമായത് കൊണ്ടാണല്ലോ ഈ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുത്ത് എന്തെങ്കിലുമൊക്കെ ഹൃദയത്തിന് ജീവൻ നൽകുന്ന വിജ്ഞാനം കേൾക്കാമെന്ന താല്പര്യത്തോടുകൂടെയാണല്ലോ അള്ളാഹുവേ ഇങ്ങനെയൊക്കെ ഇതിനു വേണ്ടി ഒത്തുകൂടുന്നത്. റബ്ബ് കബൂലാക്കി അനുഗ്രഹിക്കട്ടെ. അതിന്റെ ഒരു ഖൈറ് എല്ലാ നിലക്കും അള്ളാഹു നമുക്കും കുടുംബത്തിനും നൽകട്ടെ. എല്ലാവരും ശ്രദ്ധിക്കുക. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഖംസും മിനദ്ദവാബ്, 5 ജീവികളുണ്ട്. ലാ ഹറജ അലാ ഖത്ലിഹിന്ന, ആ ജീവികളെ കൊന്നു കളയുന്നതിൽ തെറ്റില്ല, കുറ്റമില്ല. അൽ ഖുറാബു, ഒന്ന് കാക്കയാണ്. വൽ ഹദ്അതു, പരുന്താണ്. വൽ ഫഅറതു, എലിയാണ്. വൽ അഖറബു, തേളാണ്. വൽ കൽബുൽ യഖൂർ, കടിക്കുന്ന നായയാണ്. ഈ 5 ജീവികളെയും കൊന്നു കളയുന്നതിൽ ശറഇൽ തെറ്റില്ലെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തേത് അൽ ഖുറാബു, കാക്കയാണ്. ജീവികളിൽ വലിയ അലച്ചയുള്ള ജീവിയാണ് കാക്ക. അല്ലാഹു അലച്ചയെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അത്യാഗ്രഹം എത്ര കിട്ടിയാലും മതിയാവാത്തൊരവസ്ഥ. മാന്യത വിട്ട് നമ്മൾ ദുനിയാവിന്റെയും ഭൗതിക സുഖത്തിന്റെയും പിന്നാലെ പോവാ. അലച്ച, ഏറ്റവും കൂടുതൽ അലച്ചയുള്ള ജീവികളിൽ ഒന്നാണ് കാക്ക. ബഹുമാനപ്പെട്ട
ഇമാം തൊബരി തങ്ങൾ, ബഹുമാനപ്പെട്ട തഫ്സീർ തൊബരിയിൽ ഇമാം മുഹമ്മദ് ബിൻ ജരീർ തങ്ങൾ വിശദീകരിക്കുന്നുണ്ട് കാക്കയുടെ അലച്ചയെക്കുറിച്ച്. മഹാനുഭാവൻ പറയുന്നുണ്ട്, ഖാല ഇബ്നു അബ്ബാസ്, മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഖാലൽ ഹവാരിയൂന ലഈസ ഇബ്നു മറിയം. ശ്രദ്ധിക്കണേ, കാക്കയുടെ അലച്ചയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, ഖാലൽ ഹവാരിയൂന ലഈസ ഇബ്നു മറിയം. മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഈസാ നബിയുടെ കൂടെയുണ്ടായിരുന്ന ഹവാരിയങ്ങൾ ചോദിച്ചു, ലൗ ബഅസ്ത ലനാ റജുലൻ ഷഹീദ സഫീന ഫഹദ്ദസനാ അൻഹാ. ഈസാ നബിയെ, നിങ്ങൾക്ക് മരണപ്പെട്ടവരെ ജീവിപ്പിക്കാൻ കഴിയുമല്ലോ. എന്നാൽ അന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ആ കപ്പലിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരാള് നിങ്ങളൊന്ന് ജീവിപ്പിച്ചിരുന്നെങ്കിൽ അദ്ദേഹം അന്നുണ്ടായ ചില സംഭവങ്ങൾ നമുക്ക് പറഞ്ഞു തരുമായിരുന്നു, നിങ്ങൾ ജീവിപ്പിക്കുമോ എന്ന് ചോദിച്ചു. നബി പറഞ്ഞു, ആയിക്കോട്ടെ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് നിങ്ങളെ ഈമാൻ ഒന്നുകൂടെ കൂടുകയാണെങ്കിൽ അൽഹംദുലില്ലാ, നല്ല കാര്യമാണല്ലോ, ആയിക്കോട്ടെ. അങ്ങനെ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ഹവാരികളെ കൂട്ടിയ ഖബറിന്റെ പരിസരത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് മഹാനായ സാം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബറിന്റെ പരിസരത്ത് ചെന്നിട്ട് വിളിച്ചു പറഞ്ഞു, യാ അബ്ദല്ലാഹ് ഖും ബിഇദ്നില്ലാഹ്, യാ അബ്ദല്ലാഹ് ഖും ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ അടിമേ, അല്ലാഹുവിന്റെ സമ്മതത്തോടുകൂടെ ഒന്ന് എഴുന്നേൽക്കണം. 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ സാം അലൈഹിസ്സലാത്തു വസ്സലാമിനോടാ പറയുന്നത്, യാ അബ്ദല്ലാഹ് ഖും ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ അടിമേ, നിങ്ങളൊന്ന് എഴുന്നേൽക്കണം. മുഅ്മിനെ, ഖബറദാ പിളരുകയാണ്. സാം അലൈഹിസ്സലാത്തു വസ്സലാം എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആദ്യഘട്ടത്തിലുണ്ടായ സംഭവ വികാസങ്ങൾ പലതും മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്, ഞാനതിപ്പോൾ വിശദീകരിക്കുന്നില്ല. ഏതായാലും കൂട്ടത്തിൽ ഖാല ലഹു ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സാം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, കൈഫ അലിമ നൂഹുൻ അന്നൽ ബിലാദ ഖദ് ഗരിഫത്. അല്ല, ജുഡി പർവ്വതത്തിൽ കപ്പൽ നങ്കൂരമിട്ടപ്പോൾ ഭൂമിയിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് എന്ന് എങ്ങനെയാണ് ഈ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അറിഞ്ഞത്? എങ്ങനെയാണ് ആ വിവരം അറിഞ്ഞത്? ഇനി നമുക്ക് ഇറങ്ങിപ്പോകാം, എല്ലായിടത്തും വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, ഭൂമിയിൽ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, ഇതെങ്ങനെ അറിഞ്ഞു? അപ്പോൾ മഹാനായ സാം അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, ബഅസൽ ഖുറാബ യഅതീഹിൽ ഖബറാ. എന്താണ് ഭൂമിയുടെ അവസ്ഥ എന്ന് അന്വേഷിക്കാനായി മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കാക്കയെ അയച്ചു. ഏതിന്? കാക്കയെ അയച്ചു. എല്ലാ ജീവികളിൽ നിന്നും ഒരു ഇണയും തുണയും ആ കപ്പൽ ഉണ്ടായിരുന്നല്ലോ, കാക്കയെ അയച്ചു. فوجد جيفا فوقع عليها. നൂഹ് നബിയുടെ നിർദ്ദേശമനുസരിച്ച് കാക്ക അന്വേഷിക്കാൻ പോയി. അപ്പോഴാണ് ഫവജദ ജീഫാ, വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് ഒരു മൃഗം ചത്തിരിക്കുന്നു. ആ ശവത്തെ കണ്ടപ്പോൾ താൻ എന്തിനു വന്നു എന്ന് കാക്ക മറന്നുപോയി. കാക്ക ശവത്തിന്റെ പിന്നാലെ കൂടി, പിന്നെ അതും കുത്തി അങ്ങനെ ഇരുന്നു, വന്ന കാര്യം മറന്നു. അപ്പോൾ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ കാക്കയുടെ കാര്യത്തിൽ ഒരു പ്രാർത്ഥന നടത്തി. പടച്ചവനെ, ഒരു പേടിയും ബേജാറും എപ്പോഴും കാക്കക്ക് നീ ഇട്ടുകൊടുക്കണം. അതുകൊണ്ട് തന്നെ കാക്ക എന്ന ആ ഒരു പക്ഷി ഒരിക്കലും ഇണങ്ങുകയില്ല. നമ്മുടെ വീട്ടിലൊക്കെ പലപ്പോഴും ഇണങ്ങി ജീവിക്കുന്ന പല പക്ഷികളുമുണ്ടല്ലോ, കാക്ക ഒരിക്കലും ഇണങ്ങി ജീവിക്കില്ല. കാരണം അത് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അങ്ങനെയാണല്ലോ, കാക്ക നമ്മളെ കാണുമ്പോഴത്തേക്ക് ഓടും. അപാര കാഴ്ച ശക്തിയാണ്, മനുഷ്യനേക്കാളൊക്കെ എത്രയോ കാഴ്ച ശക്തിയുള്ള ജീവിയാണ് കാക്ക. അത് ഇണങ്ങില്ല. ثم بعث الحمام فجاءت بورق زيتون بمنقارها وطين برجلها. പിന്നെ പ്രാവിനെ അയച്ചു.
പ്രാവ് ചെന്ന് ഒരു സൈത്തൂന്റെ ഇലയൊക്കെ കൊത്തി ഭൂമിയിൽ ഇരുന്ന് ആ കാലിന്റെ അടയാളമൊക്കെ കൃത്യമായി മണ്ണിന്റെ അടയാളമൊക്കെ കാലിൽ പതിച്ച് ഇതാ ഉണങ്ങിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇറങ്ങാമെന്ന മെസ്സേജുമായി തിരിച്ചു വന്നു. അതുകൊണ്ട് തന്നെ പ്രാവിന് വേണ്ടി ദുആ ചെയ്തു, ഇണക്കമുള്ള ജീവിയാകണം, മനുഷ്യനോട് എപ്പോഴും ഇണങ്ങി നിൽക്കുന്നൊരു ജീവിയായി ഇത് മാറണം, പക്ഷിയായി മാറണമെന്ന് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു. അതിന്റെ ഫലമായി അതിന് നല്ല ഇണക്കമാണെന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞു വന്നത് ഇതാണ്, കാക്ക അലച്ചയുടെ പ്രതീകം തന്നെയാണ്, ഏറ്റവും കൂടുതൽ അലച്ചയുള്ള ജീവിയാണ്. പടച്ചോനെ, മനുഷ്യരുടെ കൂട്ടത്തിലുമുണ്ട് അങ്ങനെ ചില അലച്ചകളുള്ള മനുഷ്യർ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സ്വഭാവങ്ങളിൽ ഏറ്റവും ഉത്തമമായൊരു സ്വഭാവമാണ് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയാന്നുള്ളത്. അങ്ങനെയാണ് 4 ഗുണങ്ങളുണ്ടെങ്കിൽ ഒരാൾ മുത്തഖിയായി മാറും. അതിൽ ഒരു ഗുണമിതാണ്, അൽ ഖനാഅതു ബിൽ ഖലീൽ, കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയലാണ്. അല്ലാഹു ആ ഗുണമുള്ളവരിൽ നമ്മയൊക്കെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ശ്രദ്ധിക്കണം, ഈ പക്ഷികളിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടല്ലോ മുഅ്മിനെ. ഇവിടെയുള്ള എല്ലാത്തിൽ നിന്നും നമുക്ക് പാഠങ്ങൾ പഠിക്കാനുണ്ട്, അത് നമ്മൾ പഠിക്കണം. ഇപ്പൊ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളഹാനോട് ചോദിച്ചില്ലേ, പടച്ചോനെ റബ്ബി അരിനി കൈഫ തുഹിയിൽ മൗത്ത, റബ്ബെ മരണപ്പെട്ടവരെ എങ്ങനെയാണ് നീ ജീവിപ്പിക്കുന്നത്, അത് നീ എനിക്കൊന്ന് കാണിച്ചു തരണം. അപ്പൊ അള്ളാഹു ചോദിച്ചു, അല്ലേ ഇബ്രാഹിമേ, നിനക്ക് വിശ്വാസല്ലേ? അപ്പൊ പറഞ്ഞു, വിശ്വാസമൊക്കെ ഉണ്ട് പടച്ചോനെ, എന്നാലും അതിങ്ങോട്ട് നേരിട്ട് കാണുമ്പോ മനസ്സിനങ്ങോട്ട് സമാധാനം കിട്ടും, ഹൃദയം ശരിക്കങ്ങോട്ട് ശാന്തമാകും, അതിനു വേണ്ടി ചോദിച്ചതാണ്. അപ്പൊ അള്ളാഹു പറഞ്ഞതെന്താ, 4 പക്ഷികളെ പിടിക്കണം, അതിനെ അറുത്ത് കൊത്തിയരിഞ്ഞ് ചിന്ന ഭിന്നമാക്കി 4 പർവ്വതങ്ങളിൽ 4 ഭാഗത്തും കൊണ്ടുപോയി വെക്കണം. എന്നിട്ട് നീ വിളിച്ചോ, ആ വിളിക്കുമ്പോൾ ആ പർവ്വത മുകളിൽ നിന്ന് പക്ഷി പറന്ന് നിന്റെ അടുത്ത് വരും, കാണാം ഇബ്രാഹിം എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ ഇബ്രാഹിം നബിയോട് അള്ളാഹു പറഞ്ഞത് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നില്ലേ? ഇബ്രാഹിം ربي أرني كيف تحيي الموتى قال ولم تؤمن قال بلى ولكن ليطمئن قلبي. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇലാഹായ റബ്ബിനോട് തേടുകയാണ്, റബ്ബി അരിനി കൈഫ തുഹിയിൽ മൗതാ, എങ്ങനെയാണ് റബ്ബേ മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നതെന്ന് എനിക്ക് നീ കാണിച്ചു തരണം. അള്ളാഹു ചോദിച്ചു, അല്ലേ ഇബ്രാഹിം അവലം തുഅ്മിൻ, നിങ്ങൾക്ക് വിശ്വാസല്ലേ? ജീവിപ്പിക്കാൻ കഴിവുള്ളവനാണ് ഞാനെന്ന വിശ്വാസം നിങ്ങൾക്കില്ലേ? ഇബ്രാഹിം നബി പറഞ്ഞു, തീർച്ചയായും വിശ്വാസമുണ്ട്. എന്റെ ഹൃദയത്തിന് പരിപൂർണമായൊരു സമാധാനം കിട്ടാനാണ്. ഹൃദയത്തിന് പൂർണ്ണമായൊരു സമാധാനം കിട്ടണം, ഒരു റാഹത്ത് കിട്ടണം. അപ്പൊ അള്ളാഹു പറയാണ്, ഖാല ഫഖുദ് അർബഅതം മിനത്ത്വയ്ർ ഫഖുദ് അർബഅതം മിനത്ത്വയ്ർ, എങ്കിൽ നിങ്ങൾ 4 പക്ഷികളെ പിടിക്കണം. ഫസുറുഹുന്ന ഇലൈക, ആ 4നെയും ശരിക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം, നിരീക്ഷിക്കണം, വേണ്ടതുപോലെ അതേക്കുറിച്ച് പഠിക്കണം. സുമ്മ ജഅൽ അലാ കുല്ലി ജബലിൻ മിൻഹുന്ന ജുസ്ആ, എന്നിട്ട് അതിനെ അറുത്ത് കഷ്ണം കഷ്ണമാക്കി 4 പർവ്വതത്തിന്റെ മുകളിൽ കൊണ്ടുപോയി വെക്ക്. എന്നിട്ട് നിങ്ങൾ നടുവിൽ വന്ന് നിന്നിട്ട് അതിനെ വിളിക്കണം. അത് പെട്ടെന്ന് പറന്ന് നിങ്ങളുടെ പരിസരത്തെത്തും. അറിയണം കേട്ടോ, അല്ലാഹു അസീസാണ്, എല്ലാത്തിനും യോഗ്യനാണ്, എല്ലാത്തിന്റെയും ആന്തരജ്ഞാനമുള്ളവനാണ്. അങ്ങനെ ഇബ്രാഹിം നബി 4 പക്ഷിയെ പിടിക്കുന്നു. ഏതാണ് ഈ 4 പക്ഷികൾ? ഒന്ന് കോഴി, പിന്നൊന്ന് കാക്ക, പിന്നൊന്ന് പരുന്ത്, പിന്നൊന്ന് മയില്. ഈ 4 പക്ഷികളെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിടിച്ചത്. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്,
അതിലും ചില പാഠങ്ങളുണ്ട് മുഅ്മിനേ. ഒന്ന് കോഴിയാണ്. കോഴിയുടെ ഒരു മോശപ്പെട്ട സ്വഭാവമാണ് അനിയന്ത്രിതമായ നിയന്ത്രിക്കാനാവാത്ത വികാരം, നിയന്ത്രിക്കാനാവാത്ത കാമം, വികാരം. അത് കോഴിയുടെ സ്വഭാവമാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇടക്കിടക്ക് ദൃശ്യമാധ്യമങ്ങളിലൂടെ പല ന്യൂസുകളും നമ്മൾ കേൾക്കാറുണ്ട്. 60-കാരൻ 65-കാരൻ 70-കാരൻ 4 വയസ്സുകാരിയെ പീഡിപ്പിച്ചു, 7 വയസ്സുകാരിയെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ ചില വാർത്തകൾ. ജല്ല ജലാലായ അള്ളാഹു അങ്ങനെയുള്ള എല്ലാ മൃഗീയതയെ തൊട്ടും നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ കോഴി അറുത്തു. അതിലൂടെയുള്ള ഒരു പാഠം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 4 പക്ഷികളെ തെരഞ്ഞെടുത്തതിൽ ഒന്ന് കോഴിയാണ്. കോഴിക്ക് നിയന്ത്രിക്കാനാവാത്ത വികാരാണ്, കാമാണ്. പിന്നെയോ രണ്ടാമത്തത് കാക്കയാണ്. നമ്മൾ പറഞ്ഞല്ലോ അത്യാഗ്രഹം, അലച്ച, അത് കാക്കയുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. മൂന്നാമത്തേത് പരുന്ത് ഭയങ്കര അഹങ്കാരാണ്. ഞാനാണ് ഏറ്റവും വലിയവനെന്ന ഒരു ചിന്ത, അതാണ് പരുന്തിന്റെ സ്വഭാവം. നാലാമത്തത് മയിലാണ്. മയിലും അങ്ങനെയാണ്. തൻ്റെ സൗന്ദര്യത്തിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ അഹങ്കരിക്കുകയും പരമാവധി ആ സൗന്ദര്യം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുകയും അങ്ങനെ വല്ലാത്തൊരു സന്തോഷം കണ്ടെത്തുകയും ചെയ്യുന്ന ജീവിയാണ് ഈ മയിൽ. ഈ സ്വഭാവങ്ങളൊന്നും മനുഷ്യന് ചേർന്നതല്ല. അത് ഉപേക്ഷിക്കണമെന്ന വലിയ പാഠമാണ് ഇതിലൂടെയൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഏതായാലും അല്ലാഹു തആല ഓരോ ജീവിയിൽ നിന്നും ഉൾക്കൊള്ളേണ്ട പാഠങ്ങൾ ഉൾക്കൊള്ളാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എല്ലാത്തിനും ഓരോ രഹസ്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ചില ജീവികളുടെ കരച്ചിൽ കേട്ടാൽ നിങ്ങൾ അള്ളാനോട് ഖൈർ ചോദിക്കണമെന്നും മറ്റു ചില ജീവികളുടെ ശബ്ദം കേട്ടാൽ ഷർറിൽ നിന്ന് കാവൽ തേടണമെന്നും പറഞ്ഞിട്ടില്ലേ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ? അങ്ങനെയാണ്. ചില ജീവികളുടെ ശബ്ദം കേട്ടാൽ അള്ളാനോട് ഖൈർ ചോദിക്കണം. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ച ഹദീസ് പറയട്ടെ. നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, ഇദാ സമിഅതും സിയാഹദ്ദീക്, നിങ്ങൾ കോഴി കൂവുന്നത് കേട്ടാൽ, അത് പ്രഭാതത്തിലാണെങ്കിലും ഇനി അല്ല ഉച്ചക്കാണെങ്കിലും, സാധാരണ സുബ്ഹിക്ക് കോഴി കൂവും. കോഴി വലിയ ബറക്കത്തുള്ള ജീവി തന്നെയാണ്. അത് പലരെയും നിസ്കാരത്തിന് ഉണർത്തുന്നുവല്ലോ എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സുബ്ഹിക്ക് മാത്രമാണോ കോഴി കൂവാറ്? അല്ലല്ലോ, പല സമയത്തും കോഴി കൂവാറുണ്ട്. എന്നാൽ ഇദാ സമിഅതും സിയാഹദ്ദീക്, കോഴി കൂവുന്നത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ, ഫസ്അലുല്ലാഹ മിൻ ഫളിഹി, ഇലാഹായ റബ്ബിനോട് അവന്റെ ഫളിൽ നിങ്ങൾ തേടണം, റഹ്മത്ത് ചോദിക്കണം. എന്നിട്ട് അതിനൊരു കാരണം പറയുന്നുണ്ട്. എന്താണ് കാരണം? ഫഇന്നഹാ റഅസ് മലകാ, ഒരു മലക്കിനെ കണ്ട കാരണത്താലാണ് ആ കോഴി കൂവുന്നതെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ പടച്ചോനെ, അല്ലാഹു ദുആക്ക് ഇജാബത്തുള്ളവരിൽ നമ്മൾ പെടുത്തി തരട്ടെ. നമ്മളൊക്കെ ദുആക്ക് മഹാന്മാരായ മലക്കുകൾ കൂടെ ആമീൻ പറയുന്ന ഒരു വലിയ സന്തോഷം നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൽമിന്റെ മജ്ലിസ് ആകുമ്പോൾ റഹ്മത്തിന്റെ മാലാഖമാർ അനവധി ഉണ്ടാകും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള മജ്ലിസെ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയൂ. ഉറച്ചു വിശ്വസിച്ചോളൂ, റഹ്മത്തിന്റെ മാലാഖമാർ നമ്മുടെ പരിസരത്തുണ്ടാകും. അല്ലാഹു ആ മലക്കുകളുടെ സ്പർശനമേറ്റ് എല്ലാ സന്തോഷവും അനുഭവിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആ മാലാഖമാരുടെ സ്പർശനമേറ്റ് തടിയുടെയും മനസ്സിന്റെയും എല്ലാ അസ്വസ്ഥതകളും വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാരുണ്യവാനായ റബ്ബ് അവന്റെ റഹ്മത്ത് കൊണ്ട് നീക്കി തരട്ടെ. മുത്തനബി പറയാണ്, കോഴി കൂവുന്നത് കേട്ടാൽ അല്ലാഹുവോട് റഹ്മത്ത് ചോദിച്ചോളൂ, കാരണം മലക്കിനെ കണ്ടിട്ടാണ് കോഴി കൂവുന്നത്. എന്നാൽ ഫഇദാ സമിഅതും നഹീഖൽ ഹിമാർ, ഫഇദാ സമിഅതും നഹീഖൽ ഹിമാർ, ഹിമാർ കഴുത,
കഴുത കരയുന്നത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഫതഅവ്വദു ബില്ലാഹി മിനശ്ശൈത്വാൻ, ഉടനെ നിങ്ങൾ അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ഇലാഹായ റബ്ബിനോട് ശൈത്വാനിൽ നിന്ന് കാവൽ തേടേണ്ടതാണ്. എന്തേ കാരണമെന്നറിയോ? ഫഇന്നഹാ റഅത് ശൈത്വാന, കാരണം ആ കഴുത കരയുന്നത് പിശാചിനെ കണ്ടിട്ടാണെന്ന് ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. കഴുത കരയുന്നത് പിശാചിനെ കണ്ടിട്ടാ. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ശൈത്താനെ തൊട്ട് കാവൽ ചോദിക്കണം. അപ്പൊ നമ്മളൊന്നും കാണുന്നില്ലല്ലോ. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കാഴ്ചശക്തിയേക്കാൾ, നമ്മുടെ കേൾവി ശക്തിയേക്കാൾ, നമ്മളുടെ വാസന അറിയാനുള്ള കഴിവിനേക്കാളൊക്കെ കഴിവ് പല ജീവികൾക്കും പല നിലക്കും അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട്. എല്ലാ കഴിവും നമുക്കാണെന്ന് വിചാരിച്ച് നിൽക്കുകയാണോ? നമ്മളെക്കാളൊക്കെ വാസന പിടിച്ചെടുക്കാൻ നല്ല കഴിവുള്ള എത്ര ജീവികളുണ്ട്? നമ്മളെക്കാൾ കാഴ്ചശക്തി കൂടുതലുള്ള എത്ര ജീവികളുണ്ട്? നമ്മെക്കാൾ കേൾവി ശക്തി കൂടുതലുള്ള എത്ര ജീവികളുണ്ട്? ജന്മന അല്ലാഹു മറ്റുള്ള ജീവികൾക്ക് നൽകുന്ന ഒരുപാട് കഴിവുകളുണ്ട്, പഠിക്കാതെ തന്നെ നൽകുന്ന കഴിവുകൾ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പല കഴിവുകളും പഠിച്ചാലേ ആ മനുഷ്യന് ലഭിക്കും. പക്ഷേ മറ്റുള്ള ജീവികളൊക്കെ അങ്ങനെയല്ല. ഇപ്പൊ ഒരു ഉദാഹരണം പറയാ, നമ്മളെ കൂട്ടത്തിൽ നീന്തം തീരെ പഠിക്കാത്ത ഒരാള് പെട്ടെന്ന് വലിയ ഒരു ആഴമുള്ള കുളത്തിൽ, നിറയെ വെള്ളമുള്ള ഒരു കുളത്തിലേക്ക് വീണാൽ എന്താവും സ്ഥിതി? നല്ല ആഴമുള്ളൊരു പുഴയിലേക്ക് നമ്മൾ ആരോ ഉന്തിട്ടു, എന്തായിരിക്കും സ്ഥിതി? കഴിയും കഥ. എന്നാൽ ഉണ്ടായതിനു ശേഷം ഒരു പുഴയിലോ ഒരു കുളത്തിലോ ഇറങ്ങാത്ത ഒരു പോത്തിനെ നല്ല ആഴമുള്ള ഒരു കുളത്തിലേക്കോ പുഴയിലേക്കോ ഒരാൾ ഉന്തി തള്ളിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? ഒരു കുഴപ്പമില്ല, പോത്ത് ഉഷാറായിട്ട് നീന്തും. എവിടുന്നാ നീന്തം പഠിച്ചത്? ആരാ നീന്തം പഠിപ്പിച്ചത്? അത് ജന്മന അല്ലാഹു തആല അതിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ്. മനുഷ്യൻ ദുർബലനാണ്. മനുഷ്യന് വലിയ ഉന്നതങ്ങളിൽ എത്താൻ കഴിയും, പക്ഷെ അത് അവന്റെ പരിശ്രമത്തിന്റെയും അവന്റെ ശ്രമത്തിന്റെയും ഭാഗമായിട്ടാണ് ഉന്നതങ്ങളിൽ എത്താൻ സാധിക്കുന്നത്. മറ്റു ജീവികൾക്കൊക്കെ അള്ളാഹു കൊടുത്ത ജന്മനായുള്ള അറിവുകളും കഴിവുകളും ഉണ്ട്. അതാണ് അതൊക്കെ. അപ്പൊ ഇതൊന്നും നിഷേധിക്കണ്ട. മലക്കിനെ കണ്ടിട്ടാണ് കോഴി കൂവുന്നത്, ശൈത്താനെ കണ്ടിട്ടാണ് കഴുത കരയുന്നത്. ഇതൊക്കെ പറയുമ്പോൾ എല്ലാത്തിനെയും വിമർശിക്കാൻ ചില ആളുകളുണ്ടാകും. ബുദ്ധി തീരെ യുക്തിയില്ലാത്ത ചില യുക്തിവാദികൾ രംഗത്ത് വന്നിട്ടുണ്ട്. അള്ളാഹുവിറ്റേക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കുമാറാവട്ടെ. അങ്ങനെ നമുക്ക് ദുആ ചെയ്യാം. ഏതായാലും മുഅ്മിനെ, ചുരുക്കി പറഞ്ഞാൽ ജീവികളുടെ പാഠങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. എന്നാൽ നമുക്ക് ഉപദ്രവമുണ്ടാക്കുന്ന ജീവികളെ കൊല്ലുന്നതിന് തെറ്റൊന്നുമില്ല, വിരോധമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ വളരെ ശ്രദ്ധിക്കണം, ഏതൊരു ജീവിയെ നമ്മൾ കൊന്നുകളയുകയാണെങ്കിലും പരമാവധി മാന്യമായിട്ടേ കൊല്ലാവൂ എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാന്യത കാണിക്കണം. ഒരു കാരണവശാലും ജീവിയെ വല്ലാതെ പ്രയാസപ്പെടുത്തി ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്തുന്ന സ്വഭാവമുണ്ടായിക്കൂടാ. ഒരു കാരണവശാലും തീ കൊണ്ട് ഒരു ജീവിയെയും നമ്മൾ കൊല്ലാൻ ശ്രമിക്കരുത്. അതൊക്കെ വലിയ തെറ്റാണ്. സഹാബികൾ ഒരിക്കൽ ഒരു ഘട്ടത്തിൽ ഒരു ഉറുമ്പും കൂടി തീയിട്ട് നശിപ്പിച്ചപ്പോൾ എത്ര ഗൗരവത്തിലാണ് സഹാബികൾക്ക് താക്കീത് നൽകിയത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മിനെ ഒരു ഹദീസ് പറയട്ടെ, ശ്രദ്ധിക്കണം. അന്നിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാ, കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സഫർ. ഒരു ദിവസം ഞങ്ങൾ ഹബീബായ നബിയുടെ കൂടെ ഒരു യാത്രയിലാണ്. ശ്രദ്ധിക്കന്റെ പുന്ന സഹോദരാ, ശ്രദ്ധിക്കേ പറയുന്നത് സഹോദരി. അല്ലാഹു നമ്മളിൽ നിന്നൊക്കെ വല്ല അബദ്ധങ്ങളും വന്നു പോയെങ്കിൽ മാപ്പാക്കി തരട്ടെ. ചെറിയ പ്രായത്തിലും വലിയ പ്രായത്തിലുമൊക്കെ അറിവില്ലായ്മ കൊണ്ട്, വിവേകമില്ലായ്മ കൊണ്ട് ഏതെങ്കിലും ജീവികളോട് ക്രൂരത കാണിച്ചെങ്കിൽ അല്ലാ, ഞങ്ങൾക്കതൊക്കെയും നീ മാപ്പാക്കി തരണമേ അല്ലാ. ഞങ്ങളുടെ ഈ തേട്ടം കബൂലാക്കണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ.
ശ്രദ്ധിക്കേ, ഹദീസ് ശ്രദ്ധിക്കേ. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുമാ പറയുകയാണ്, കുന്നാ മഅൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സഫർ. ഞങ്ങൾ ഒരിക്കൽ ഹബീബായ നബിയുടെ കൂടെ ഒരു യാത്രയിലാണ്. അങ്ങനെ ഫന്തലഖൽ ഹാജ്ജ, ഒന്നിച്ച് യാത്ര ചെയ്യവേ ഒരത്യാവശ്യത്തിന് ഹബീബായ നബി തങ്ങൾ അല്പം വിദൂരത്തേക്ക് പോയി. ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് റസൂലുള്ളാഹി തങ്ങൾ ഒരാവശ്യത്തിനാണ്ട് പോയി. അപ്പോൾ ഫറഅയ്നാഹു മറതൻ മഅഹാ ഫർഖാൻ ഫഅഖദ്നാ ഫർഖൈഹാ, ഞങ്ങൾ ഒരു പക്ഷിക്കൂട് കണ്ടു. ഒരു പക്ഷിയും 2 കുട്ടികളും ആ കൂട്ടിലുണ്ട്. ഞങ്ങൾ ഉടനെ തന്നെ ആ പക്ഷിക്കൂട്ടിൽ നിന്ന് പക്ഷിക്കുട്ടിയെ പിടിച്ചു. കുട്ടികളെ 2 ഞങ്ങൾ പിടിച്ചു. അങ്ങനെ കുട്ടികളെ പിടിച്ചപ്പോൾ ഫജാഅത്തിൽ ഹമറത്തു ഫജഅലത് തഫ്റുഷു, ആ തള്ള വന്നിട്ട് ഞങ്ങളുടെ ചുറ്റും ഇങ്ങനെ കറങ്ങാൻ തുടങ്ങി. അതിങ്ങനെ ഈ കുട്ടികളല്ലേ, അതിൻ്റെ കുട്ടികളല്ലേ ഞങ്ങൾ പിടിച്ചു വെച്ചത്. സ്വാഭാവികമായും കുഞ്ഞുങ്ങളോട്, ഏത് ജീവികൾക്കും അതിൻ്റെ കുഞ്ഞുങ്ങളോട് ഭയങ്കര സ്നേഹമായിരിക്കുമല്ലോ. ഈ പക്ഷി, തള്ളപ്പക്ഷി കരഞ്ഞുകൊണ്ടങ്ങനെ കറങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് ഫജാഅൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ ഞങ്ങളിലേക്ക് വന്നു. ഈ പക്ഷിയുടെ കറക്കവും കരച്ചിലും കേട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളോട് ചോദിച്ചു, മൻ ഫജഅ ഹാദിഹി ബിവലദിഹാ, ആരാണ് ഈ പക്ഷിയെ വേദനിപ്പിച്ചത്? തന്റെ മക്കളെ പിടിച്ചു കൊണ്ടുവന്ന് ആ തള്ളയെ ആരാണ് വേദനിപ്പിച്ചത്? റദ്ദോ വലദഹാ ഇലൈഹാ, എത്രയും പെട്ടെന്ന് അതിന്റെ മക്കളെ, അതിന്റെ കുഞ്ഞുങ്ങളെ അതിന്റെ അടുത്തേക്ക് മടക്കി വിടണം. നിങ്ങൾ എടുത്ത കൂട്ടിൽ തന്നെ കൊണ്ടുപോയി വിടണമെന്ന് അവരോട് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു സംഭവം. ഇനി ഈ യാത്രയിൽ തന്നെ റസൂലുള്ളാഹി തങ്ങൾ ഒരു കൂട്ടം ഉറുമ്പുകളെ കണ്ടു. ആ ഉറുമ്പുകളെ ഞങ്ങൾ കരിച്ചു കളഞ്ഞതായിരുന്നു. ചിലപ്പോൾ പല മരത്തിലും ഉറുമ്പുകളൊക്കെ കൂട് കൂട്ടും. നല്ല എളുപ്പമുണ്ട്, ഒന്നായിട്ടാണ്ട് ഒടിച്ചു കൊണ്ടുവന്നിട്ട് മണ്ണെണ്ണ പാർന്ന് തീ കൊടുക്കാൻ. ചെയ്തു പോകരുതേ, അതൊക്കെ അള്ളാഹ്ക്ക് തസ്ബീഹ് ചെല്ലുന്ന ജീവികളാണ്. പടച്ചോനെ, അള്ളാഹു അങ്ങനത്തെ അബദ്ധങ്ങളെ തൊട്ടൊക്കെ നമ്മളെ കാക്കട്ടെ. അങ്ങനെയൊക്കെ വല്ല അബദ്ധങ്ങളും വന്നു പോയെങ്കിൽ അള്ളാഹു മാപ്പാക്കി തരട്ടെ. ഞങ്ങൾ കരിച്ച ഒരു കൂട്ടം ഉറുമ്പുകളെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടു. ഫഖാല, ഗൗരവത്തോടെ ഹബീബായ നബി തങ്ങൾ ചോദിച്ചു, മൻ ഹറക ഹാദിഹി, ആരാണ് ഈ കൊടും ക്രൂരത ചെയ്തത്? ആരാണ് ഇതിനെ കരിച്ചു കളഞ്ഞത്? ഖുൽനാ നഹ്നു യാ റസൂലല്ലാഹ്, ഞങ്ങൾ പറഞ്ഞു നബിയേ, ഞങ്ങൾ തന്നെയാണ്. ഉടനെ ഫഖാല, ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹു ലാ യംബഗി അൻ യുഅദ്ദിബ ബിന്നാരി ഇല്ലാ റബ്ബുന്നാർ, ചെയ്തത് ശരിയായില്ല. തീ കൊണ്ട് ഒരിക്കലും ഒന്നിനെയും കൊല്ലാൻ പാടില്ല, കരിച്ചു കളയാൻ പാടില്ല. തീ കൊണ്ടുള്ള ശിക്ഷ കൊടുക്കാനുള്ള അധികാരം ഇലാഹായ റബ്ബിന് മാത്രമാണെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചോനെ, അല്ലാഹു നമ്മളൊക്കെ കാക്കട്ടെ. ശ്രദ്ധിക്കണം. മാത്രമല്ല, ജീവികളെ കരിച്ചു കളഞ്ഞാൽ കഠിന ദാരിദ്ര്യം ഉണ്ടാകാൻ അത് കാരണമാകും. കഠിന ദാരിദ്ര്യം ഉണ്ടാവാൻ കാരണമാകും. ഈ ബേറ്റോണ്ടൊക്കെ കൊതുകിനെ കൊല്ലുന്നൊരു ഏർപ്പാടുണ്ട്. മറ്റു നിലക്ക് കൊല്ലാൻ കഴിയുമെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. വേറെ യാതൊരു നിർവാഹവും ഇല്ലെങ്കിൽ, അതിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ലെങ്കിൽ വിരോധമില്ല. അല്ലെങ്കിൽ ആ പണി അവസാനിപ്പിക്കേണ്ടതാണ്. ഏതായാലും അള്ളാഹു എല്ലാ ജീവികളോടും കരുണ കാണിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മനുഷ്യനോടും മറ്റ് സഹമൃഗങ്ങളോടും കണ്ണില്ലാത്ത ക്രൂരതയാണിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ അടുത്തായി നടന്ന ചില സംഭവവികാസങ്ങൾ പരിശോധിക്കുമ്പോൾ മുഅ്മിനെ, ഒരല്പമെങ്കിലും കാരുണ്യം ഹൃദയത്തിലുള്ളവർക്ക് മനസ്സ് പൊട്ടിപ്പോകും. എന്തെല്ലാം ക്രൂരതയാണ്!
മനുഷ്യർ മനുഷ്യരോട് തന്നെ ക്രൂരത കാണിക്കുന്നു. സ്വന്തം ഭാര്യയെ പാമ്പിനെ ഇട്ട് കടിപ്പിച്ച് സമാനകളില്ലാത്ത ക്രൂരത കാണിച്ച് കൊലപ്പെടുത്തിയ സംഭവം ഈ അടുത്തല്ലേ പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞിട്ടുള്ളത്. മനുഷ്യൻ മനുഷ്യനോട് കാണിക്കുന്ന ക്രൂരത, സഹജീവികളോട് കാണിക്കുന്ന ക്രൂരതയോ അതും കണ്ണില്ലാത്ത ക്രൂരതയല്ലേ? പാലക്കാടിനടുത്ത് തിരുവിഴാംകുന്നിൽ വനമേഖലയിൽ ഗർഭിണിയായ പിടിയാനയെ പടക്കം വെച്ച കൈതച്ചക്ക കഴിച്ച ആന വേദന കൊണ്ടായിരിക്കാം വെള്ളത്തിൽ പോയി ആ വെള്ളത്തിൽ നിന്ന് ആന വയറ്റിലുള്ള ഈ കൈതച്ചക്ക പടക്കം വെച്ച കൈതച്ചക്ക പൊട്ടിയിട്ട് ആ ആനയുടെ ജീവൻ നഷ്ടപ്പെടുകയാണ്. നോക്കുമ്പോ ആന മാത്രമല്ല, അത് ഗർഭിണിയായിരുന്നു ആ കുഞ്ഞും. ആനയും കുഞ്ഞും 2 ജീവനുകൾ പൊലിഞ്ഞു പോയി. എത്ര വലിയ ക്രൂരതയാണിതൊക്കെ, എത്ര വലിയ ദ്രോഹമാണിതൊക്കെ. ഇങ്ങനെയൊക്കെ ആകാൻ പറ്റുമോ ഒരു വിശ്വാസി? ഇത് ശരിയാണോ? ചില ജീവികളെ കൊല്ലാൻ വിരോധമൊന്നുമില്ല, പക്ഷെ നമ്മൾ ചിന്തിക്കണം, ഈ ജീവികളൊക്കെയും നിങ്ങളെപ്പോലെയുള്ള സമുദായമാണെന്നാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അതിലെല്ലാം പെട്ടില്ലേ? ഈ പക്ഷികളെ കുറിച്ച്, മറ്റുള്ള ജീവികളെ കുറിച്ച് എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? എല്ലാ മൃഗങ്ങളും എല്ലാ ജീവികളും എല്ലാ പക്ഷികളും ഇല്ല ഉമമുനംസാലുക്കും, അത് സഹോദരങ്ങളെ നിങ്ങളെപ്പോലെയുള്ള ഒരു സമുദായമാകുന്നു. അതുകൊണ്ട് അതിനോട് കരുണ കാണിക്കണം. അഥവാ നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ മാന്യമായേ കൊല്ലാവൂ. നിങ്ങൾക്ക് ചില ജീവികളെ അറുത്തു ഭക്ഷിക്കാം, മാന്യമായേ നിങ്ങൾ അതിനെ അറുക്കാവൂ. അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇലാഹായ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ഖാൽ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ നബി തങ്ങൾ പറഞ്ഞതാണ്, മുഅ്മിനെ ശ്രദ്ധിക്ക മുഅ്മിനെ, മൻ ഖതല ഉസ്ഫൂറ ഫമാ ഫൗഖഹാ ബിഗൈരി ഹഖിഹാ സഅലഹുല്ലാഹു അസ്സ വജല്ല അൻ ഖത്ലിഹി യൗമൽ ഖിയാമ. മൻ ഖതല ഉസ്ഫൂറൻ, ഒരാൾ ഒരു കുരുവിയെ കൊന്നുകളഞ്ഞു. ഒരു കുരുവി, വമാ ഫൗഖഹ, അല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ ജീവി, അല്ലെ അതിനേക്കാൾ വലിയ ജീവി, 2 നിലക്കും ഈ വാക്കിനർത്ഥം പറയാം. ഒരു ജീവിയെ കൊന്നു, ബിഗൈരി ഹഖിഹ, കൊല്ലേണ്ടത് പ്രകാരമല്ല കൊന്നത്, ഇഞ്ചിഞ്ചായി വേദനിപ്പിച്ച് പ്രയാസപ്പെടുത്തി അങ്ങനെയാണ് കൊന്നതെങ്കിൽ, സഅലഹുല്ലാഹു അസ്സ വജല്ല അൻ ഖത്ലിഹി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അതിനെക്കുറിച്ച് ഇലാഹായ റബ്ബിന്റെ ചോദ്യമുണ്ടാകുമെന്ന് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാക്കട്ടെ. ഒരു ജീവിയെ നിസാരാക്കണ്ട. ഒന്നും വേണ്ട, ഒരു തുമ്പിയെ പിടിച്ചു, അതിന്റെ ഒരു ചിറകാണ് പറിച്ചു. കുറച്ചുകൂടി കഴിഞ്ഞ് മറ്റേ ചിറക് പറിച്ചു. എന്നിട്ടത് പറക്കുന്നുണ്ടോ നോക്കി. ഇല്ലേ, ഒരു പാറ്റയെ പിടിച്ചു, ഒരു ചിറക് പറിച്ചു, എന്നിട്ട് പറക്കുന്നുണ്ടോ നോക്കി, പിന്നെ ഒരു ചിറക് കൂടിയും പറിച്ചു. ഇതൊക്കെ സത്യത്തിൽ ഇഞ്ചിഞ്ചായി അതിനെ കൊലപ്പെടുത്തലല്ലേ? നമ്മുടെ മക്കൾ പോലും അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ജീവികളുടെ ശാപം തട്ടിപ്പോയാൽ അതുകൊണ്ട് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. അല്ലാഹു കാക്കട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു കാക്കട്ടെ. മൻ മസ്സല ബിദി റൂഹിൻ സുമ്മ ലം യതുബ് മസ്സലല്ലാഹു ബിഹി യൗമൽ ഖിയാമ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഈ ഹദീസിന്റെ അർത്ഥം? മൻ മസ്സല ബിദി റൂഹിൻ, ഒരാൾ ഒരു ജീവിയെ ഇഞ്ചിഞ്ചായി കൊന്നു. ഞാൻ പറഞ്ഞതുപോലെ ഒരു 4 അടിക്കൊരു പാമ്പിനെ കൊല്ലാൻ പറ്റുമെങ്കിൽ പിന്നെന്തിനാ 10 അടിക്ക് കൊല്ലാൻ നിൽക്കുന്നത്? ഏത് ജീവിയെയും അങ്ങനെയാണ്. നിങ്ങൾ കൊല്ലുകയാണെങ്കിൽ ആ ജീവിക്ക് പെട്ടെന്ന് റാഹത്താകുന്ന നിലക്ക് ഒറ്റയടിക്ക് കൊല്ലണം. അറക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ജീവിക്ക് റാഹത്തുണ്ടാകുന്ന നിലക്ക് കത്തിയൊക്കെ നല്ല മൂർച്ച കൂട്ടി പ്രയാസപ്പെടുത്താതെയാണ് അറുക്കേണ്ടത്. അല്ലെങ്കിൽ റബ്ബിന്റെ കോടതിയിൽ അതിനൊക്കെ മറുപടി പറയേണ്ടി വരുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്.
എന്നതുപോലെ നമ്മളൊക്കെ പലരും വീട്ടിൽ പല ജീവികളെയും വളർത്തുന്നവരാണ്. കോഴിയെ വളർത്തുന്നവരുണ്ടാകും, താറാവിനെ വളർത്തുന്നവരുണ്ടാകും, തത്തയെയും മറ്റ് പ്രാവുകളെയും പൂച്ചയെയും ഒക്കെ വളർത്തുന്നവരുണ്ടാകും. അതേപ്രകാരം പശു ഒക്കെ നമ്മുടെ വീട്ടിലുണ്ടാവും. വളർത്തിക്കൂടെ? വളർത്താം. പ്രാവിനെ വളർത്താൻ പറ്റുമോ? മുയലിനെ വളർത്താൻ പറ്റുമോ? അതിനൊന്നും വിരോധമില്ല. പക്ഷെ ആ ജീവികളോട് മാന്യത കാണിക്കണം. ഒരു നേരം നമ്മളെ അശ്രദ്ധ കൊണ്ട് ആ ജീവികൾ പട്ടിണിയായാൽ അള്ളാനോട് മറുപടി പറയേണ്ടി വരും. ശ്രദ്ധിക്കണം. നമ്മൾ വല്ല സൽക്കാരത്തിനോ കല്യാണത്തിനോ എന്തെങ്കിലും പരിപാടിക്ക് പോയി വീട്ടിലുള്ള കോഴികളും താറാവുകളും തത്തകളും അല്ലെങ്കിൽ മറ്റു ജീവികളൊക്കെ 1, 2, 3 ദിവസമൊക്കെ പട്ടിണി, പഠിച്ചോനെ, അത് വലിയ പ്രശ്ന. ആ ജീവികളുടെ ശാപമേൽക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ നിങ്ങളെപ്പോലുള്ള സമുദായം എന്നല്ലേ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്? ശ്രദ്ധിക്കണം. എന്തിനാണ് ഒരു നായക്ക് ദാഹിച്ചു വലഞ്ഞ സമയത്ത് വെള്ളം കൊടുത്ത കാരണത്താൽ ഒരു പെണ്ണിന് അള്ളാഹു ഹിദായത്ത് കൊടുത്തു, എന്നിട്ട് സ്വർഗം നൽകി എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചത്? എന്തിനാണ് പഠിപ്പിച്ചത്? എന്തിനാണ് നിസ്കരിക്കുന്ന ഒരു പെണ്ണ്, നോമ്പെടുക്കുന്ന ഒരു പെണ്ണ് ഒരു പൂച്ചയെ കെട്ടിയിട്ടു, അതിന് ഭക്ഷണം കൊടുത്തില്ല, വെള്ളം കൊടുത്തില്ല, അങ്ങനെ ആ പൂച്ച എവിടുന്നെങ്കിലും എന്തെങ്കിലും കഴിച്ചോട്ടെ എന്ന് കരുതി അതിനെ വിട്ടൊഴിച്ചോ? അതും ചെയ്തില്ല. പൂച്ച വിശന്നിട്ട് ചത്തുപോയി. ആ ഒരൊറ്റ കാരണത്താൽ ആ പൂച്ചയുടെ ശാപമേറ്റ് ആ പെണ്ണിന്റെ ഹിദായത്ത് നഷ്ടപ്പെട്ട് കാഫിറായി ചത്ത് നരകത്തിലെത്തി എന്ന് എന്തിനാണ് അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിച്ചത്? ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. ഈ മൃഗങ്ങളോടൊക്കെ നമ്മൾ കരുണ കാണിക്കണം. അള്ളാഹുവിന്റെ സൃഷ്ടികളോടൊക്കെയും സഹോദരി നീ കരുണ കാണിക്കുമ്പോഴാണ് അഖിലാണ്ട കടാകത്തിന്റെ അധിപനായ അള്ളാഹു നിന്നോട് കരുണ കാണിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് വേണമെന്നറിയോ? ഈ വിവരങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു, നമ്മളിത് ഉൾക്കൊള്ളുക. അതോടൊപ്പം നമുക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കണം. അവർക്കും ഈ സന്ദേശം കിട്ടട്ടെ. ഇങ്ങനെയൊക്കെ അശ്രദ്ധരായി വല്ല ജീവികളോടും ക്രൂരത കാണിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ പിഴവ് പറ്റിയാൽ മതി, അതിന്റെ പ്രത്യാഘാതം അനുഭവിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ഉള്ളവർ പരിസരത്തുണ്ടാവുമല്ലോ, അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്യണം. ഈ വിവരം അവരെ അറിയിക്കണം.